ഹല്ലേലൂയ. ദൈവവചനത്തെ സ്വന്തമാക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സമാധാനം ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏറൊരുക്കമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഒരു വലിയ അഭിഷേകമായി നമ്മെ ഓരോരുത്തരെയും നടത്തുവാനായിട്ട് പോവുകയാണ്. വചനത്തിലൂടെ വെളിപ്പെടുന്ന അഭിഷേകത്തെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റുവാങ്ങുവാൻ ഏറെ ആഗ്രഹത്തോടെ കർത്താവിന്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നിത്യജീവനെ കുറിച്ചാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അതുകൊണ്ട് സോളമൻ സുഭാഷിത പുസ്തകത്തിൽ 9-ാം അധ്യായം 10-ാം വചനത്തിൽ ഇപ്രകാരം എഴുതിയത്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥമായ അറിവ്. ദൈവത്തെ അറിയുന്നതാണ്, യേശുവിനെ അറിയുന്നതാണ് യഥാർത്ഥമായ ജ്ഞാനം. ഇത് തന്നെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, സത്യ ദൈവത്തെ അറിയുകയും അവൻ അയച്ച യേശു ക്രിസ്തുവിനെ അറിയുകയും ചെയ്യുന്നതാണ് നിത്യജീവൻ. യേശു ക്രിസ്തുവിനെ അറിയുന്നവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവനുള്ളത്. ആദത്തെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ കർത്താവ് ആദത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന ദിവസം നീ മരിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ദൈവപിതാവ് പറഞ്ഞു, ആരെല്ലാം യേശുവിനെ നോക്കുന്നുവോ, ആരെല്ലാം തന്റെ പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ അവർക്കെല്ലാം നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. വചനം നമ്മോട് വിളിച്ചു പറയുകയാണ്, നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാരുണ്യത്തെ ഉറ്റുനോക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ കർത്താവ് നമ്മോട് കാണിച്ച കാരുണ്യം എന്ന് പറയുന്നത്? നമുക്ക് വീട് തന്നതാണോ? നമുക്ക് കാറ് തന്നതാണോ? നമുക്ക് മക്കളെ തന്നതാണോ? നമുക്ക് സമ്പത്ത് തന്നതാണോ? നമുക്ക് ആരോഗ്യം തന്നതാണോ? നമുക്ക് വേണ്ടത്ര സൗന്ദര്യം തന്നതാണോ? കഴിവുകളും തൊഴിലവസരങ്ങളൊക്കെ നൽകിയതാണോ? ഇതൊന്നുമല്ല. ഇത് കർത്താവിന്റെ കാരുണ്യമല്ല എന്ന് പറയുന്നില്ല. എന്നാൽ കർത്താവ് നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത്, നമ്മൾ പാപികളായിരിക്കെ, നമ്മൾ അയോഗ്യരായിരിക്കെ കർത്താവായ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ വേണ്ടി കാൽവരി കുരിശിൽ സ്വയം ബലിയായി മാറി അവന്റെ ജീവൻ നമുക്കായി തന്ന് നിത്യനാശത്തിന്റെ പിടിയിൽ നിന്ന്, ലോകത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് നമ്മെ പൂർണ്ണമായും വീണ്ടെടുത്ത് രക്ഷിച്ചു. അതാ ബിഷപ്പ് പൗലോസ് പറഞ്ഞത് റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് അങ്ങനെ അവൻ നമ്മോടുള്ള സ്നേഹത്തെ പ്രകടമാക്കി. ഹല്ലേലൂയ. കർത്താവിന്റെ കാരുണ്യത്തെ ഉറ്റുനോക്കുക. എന്തിനു വേണ്ടി? നിത്യജീവിതത്തിനു വേണ്ടി. പ്രിയമുള്ളവരെ, നിത്യജീവനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. യേശുക്രിസ്തുവിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവർക്ക് ദൈവം ദാനമായി നൽകുന്നതാണ് നിത്യജീവൻ. റോമാക്കാർക്ക് ലേഖനം 6-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വചനം പറയുകയാണ്, ദൈവത്തിന്റെ ദാനമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവൻ. ദൈവത്തിന്റെ ദാനമാണ്. ആരെല്ലാം യേശുവിനെ കണ്ടുമുട്ടുന്നുവോ, ആരെല്ലാം യേശുവിനെ വ്യക്തിപരമായി അറിയുന്നുവോ, ആരെല്ലാം യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നുവോ, ആരെല്ലാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് ദൈവം നൽകുന്ന ഏറ്റവും മഹത്തായ ദാനമാണ് നിത്യജീവൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ തീർന്നു പോകേണ്ടവരല്ല. ഇവിടെ തിന്നും കുടിച്ചും മതിച്ചും തീർന്നു പോകാനുള്ളവരല്ല ഞാനും നിങ്ങളും. ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വിശുദ്ധ ബൈബിൾ പറയുന്ന പേരാണ് നിത്യജീവൻ. ഇന്ന് അനേകര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സ്വർഗം നരകമൊക്കെ എന്ന് പറയുന്നത് ചുമ്മാ, അതൊക്കെ മനുഷ്യനെ കളിപ്പിക്കാൻ പറയാ. ഇതൊക്കെ മനുഷ്യരുടെ വേഷം കെട്ടലുകളല്ലേ, ഇതൊക്കെ ചുമ്മാ പറയാ, കളി പറയുന്നതാ. അങ്ങനെയൊന്നില്ല.
സ്വർഗം നരകമൊക്കെ ഈ ഭൂമിയിൽ തന്നെയാണ്. ചിലർ പറയാറുണ്ട്, ഈ ഭൂമിയിൽ കൂടുതൽ സമ്പത്തുള്ളവൻ സ്വർഗത്തിലും സമ്പത്തില്ലാതെ കടുത്ത ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവർ നരകത്തിലുമാണെന്ന്. സ്വർഗം നരകമൊക്കെ മനുഷ്യന്റെ സങ്കല്പങ്ങളാണ്. ഇത് മിഥ്യയായിട്ടുള്ള ധാരണകളാണ്. ഇപ്രകാരമുള്ള ചില മുൻവിധികളിൽ അനേകം ഹൃദയങ്ങളെ പിശാചിന് പിടിച്ചു വെച്ചിരിക്കുക. ഇത് പൈശാചികമാണ്. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്വർഗത്തെക്കുറിച്ച് ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ പത്രോസ് അല്ല, പൗലോസ് അപ്പോസ്തലനല്ല, മോശയല്ല, അബ്രഹാം അല്ല, പ്രവാചകരല്ല. സ്വർഗത്തെക്കുറിച്ച് ഏറ്റവും അധികം നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു തന്നെയാ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നമ്മുടെ യേശു ഒരിക്കലും കള്ളം പറയത്തില്ല. എന്റെ യേശു ഒരിക്കലും നുണ പറയത്തില്ല. യേശുവ സ്വർഗത്തെക്കുറിച്ച് ഏറ്റവും അധികം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളിവിടെ തീർന്നു പോകാനുള്ളവരല്ല. ഞാൻ ചിന്തിക്കുക, നമ്മുടെ കർത്താവായ യേശു ഈ മനുഷ്യനായി ലോകത്തിലേക്ക് വരുന്നതിനൊക്കെ എത്രയോ മുൻപ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പ്രവാചകന് രാജാവുമായ ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സങ്കീർത്തനത്തിൽ 14-ാം സങ്കീർത്തനം 17-ാം തിരുവചനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മനുഷ്യരിൽ നിന്ന് കർത്താവേ നിന്റെ കരം എന്നെ രക്ഷിക്കട്ടെ. ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്നവരെ ഇന്ന് അനേകരെ ഇതുപോലുള്ള അടിമത്തത്തിൽ പെട്ടുകിടക്കുകയാ. അനേകം ജീവിതങ്ങളെ പിശാച് കെട്ടിവെച്ചിരിക്കുകയാ. ഈ തെറ്റായ ബോധ്യം ഉള്ളിൽ കൊടുത്തുകൊണ്ട് അനേകർ ബന്ധിച്ചിട്ടിരിക്കുകയാ. ദാവീദിനെ ഈ സത്യപ്രകാശം അവന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ പ്രകാശിപ്പിച്ചിരുന്നു. ദാവീദിന് മനസ്സിലായി, ഈ ലോകത്തിൽ തീർന്നു പോകേണ്ട ഒരു ജീവിതമല്ല എന്റെ ജീവിതം. ഇവിടെ തിന്നും കുടിച്ചും ലോകത്തിലെ വെറിക്കുത്തുകളിൽ വ്യാപരിച്ചുകൊണ്ട് അവസാനിക്കാനുള്ളതല്ല എന്റെ ജീവിതം. ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട്, നിത്യമായൊരു ജീവിതമുണ്ട്. എന്റെ കർത്താവിനോടുകൂടെ അവന്റെ മഹത്വത്തിൽ അവന് മുഖാമുഖം കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ഒരു ആനന്ദത്തിന്റെ ജീവിതമുണ്ട് എന്നുള്ള പ്രത്യാശ ദാവീദിന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്തിരുന്നു. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്നവരിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ മുന്നറിയിപ്പ് ശ്രദ്ധിക്കണം. നമ്മളിവിടെ അടിഞ്ഞു പോകേണ്ടവരല്ല, നമ്മളിവിടെ തീർന്നു പോകേണ്ടവരല്ല. ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട്. നിത്യമായ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ പ്രകാശിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിത ശൈലി മാറും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, നമ്മുടെ മനോഭാവങ്ങൾ മാറും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉത്കണ്ഠ വിട്ടുമാറും, ആകുലത മാറും, നിരാശ മാറും, ദുഃഖം മാറും, പരാതി മാറും, പിറുപിറുത്തൽ മാറും, വൈരാഗ്യ ബുദ്ധി മാറും, പ്രതികാര ചിന്ത മാറും. നമ്മുടെ ജീവിതത്തിൽ സമ്പൂർണമായ ഒരു രൂപാന്തരീകരണം ഉണ്ടാകും. എപ്പോഴാണെന്നറിയോ? ഈ നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പകർന്നു നൽകുമ്പോൾ. ഞാൻ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യമാ, ഈ പൗലോസ് അപ്പോസ്തലനൊക്കെ എങ്ങനെ ഇതുപോലെ ആകാൻ കഴിഞ്ഞത്? പോൾ വാസ് ഫയർ. പൗലോസ് ഒരു തീയായിരുന്നു. എന്തുകൊണ്ട് ഇതുപോലെ സ്വർഗത്തിന്റെ തീയായി മാറാൻ വിശുദ്ധ പൗലോസിന് കഴിഞ്ഞത്? അത് മറ്റൊന്നുമല്ല, ഈ നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ പൗലോസിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ പകർന്നു കൊടുത്തു. അതുകൊണ്ടെന്താ? ഈ ലോകത്തെ ചപ്പും ചൗരമായി എണ്ണുവാൻ, ഈ ലോകം നൽകിയ സകല സുഖങ്ങളെയും, ഈ ലോകം നൽകിയ സകല നേട്ടങ്ങളെയും യേശു ക്രിസ്തുവിനായി, നിത്യജീവിതത്തിനായി പൗലോസ് വലിച്ചെറിയുക. പക്ഷെ പൗലോസ് ലീഗ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ പ്രതിയുള്ള ജ്ഞാനം കൂടുതൽ വിലപ്പെട്ടതാകയാൽ ഈ ലോകത്തിൽ നിന്ന് ഞാൻ എന്തൊക്കെ സ്വന്തമായി സ്വീകരിച്ചുവോ അതെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. ഹല്ലേലൂയ! പ്രിയ ദൈവമക്കളെ, ഈ ഒരു ദർശനം നമ്മുടെ ഹൃദയത്തിൽ കത്തിപ്പിടിക്കണം. ഈ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിന് മുഴുവൻ മേഖലകളിലും വ്യാപരിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യം, ഇടുക്കി ഹൈറേഞ്ചിൽ ഒരു ഇടവകയിൽ ബൈബിൾ കൺവെൻഷന് വേണ്ടി പോയ സമയത്ത് ആ ഇടവകയിൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക. കൺവെൻഷന്റെ 3-ാമത്തെ ദിവസം അവിടുത്തെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു, ഇടവകയിൽ ഇന്നൊരു വീട്ടിലെ അവിടെ രോഗിലേപനം എന്ന് കുദാശ കൊടുക്കാൻ ഞാൻ പോവുകയാണ്, സന്തോഷ് വരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാനും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞേ. അച്ഛന്റെ കൂടെ
ആ വീട്ടിലോട്ട് കടന്നു ചെന്നു. ആ ഭവനത്തിലോട്ട് കടന്നു ചെന്നപ്പോൾ ഏകദേശം 83 വയസ്സ് പ്രായമുള്ളൊരു വല്യപ്പച്ചൻ മരണക്കിടക്കയിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുക. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ആ വല്യപ്പച്ചനെ രോഗിലേപനം കുദാശയൊക്കെ കൊടുത്തു. ഈ കുദാശ സ്വീകരിച്ചതിന് ശേഷം വല്യപ്പച്ചന്റെ മക്കള് വല്യപ്പച്ചനോട് പറഞ്ഞു, ചാച്ചാ, അപ്പ നമ്മുടെ ഇടവകയിലേക്ക് വചന ശുശ്രൂഷയ്ക്കായി കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്ന സഹോദരനാണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. ഈ 83 വയസ്സ് പ്രായമുള്ള വല്യപ്പച്ചനെ കണ്ണൊന്നും അധികം കാണാൻ പറ്റുന്നില്ല. വല്യപ്പച്ചൻ തപ്പി 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 എന്റെ കൈ പിടിച്ചു. കൈ ബലത്തിൽ മുറക്കെ പിടിച്ചുകൊണ്ട് വല്യപ്പച്ചൻ വളരെ നുറുങ്ങിയ ഹൃദയത്തോടെ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ, ഈ അപ്പച്ചന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കടാ മോനെ, ഈ അപ്പച്ചന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കടാ. ആ വല്യപ്പച്ചന്റെ യാചന കണ്ടപ്പോൾ അറിയാതെ എന്റെ ഹൃദയം അങ്ങ് നിറഞ്ഞു. ഞാൻ വളരെ സ്നേഹത്തോടെ ആ വല്യപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചാ, ഞാൻ എന്തിനു വേണ്ടിയാ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ഉടനെ അപ്പച്ചൻ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നുമോനെ, ഒന്ന് എണീറ്റ് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കടാ. ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചത് ഒരു നല്ല മരണം കിട്ടാൻ വേണ്ടി പറയുമെന്നാ. പക്ഷെ വല്യപ്പച്ചൻ പറയാ, ഒന്ന് എണീറ്റ് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കടാ. എനിക്ക് അത്ഭുതമായി ഈ വല്യപ്പച്ചന്റെ മറുപടി. ഞാൻ ആ വല്യപ്പച്ചന്റെ ഹിസ്റ്ററി മക്കളോട് ചോദിച്ചറിഞ്ഞു. ആ മക്കള് പലരും വളരെ വേദനയോടുകൂടി പറഞ്ഞു, വലിയ പിടിവാശിക്കാരനും മുൻകോപിയും എടുത്തുചാട്ടക്കാരനും, ഇപ്പോഴും മരണക്കിടക്കിൽ ഒരു അനുതാപത്തിന്റെ ഒരു പൂർണ്ണമായ നിറവ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. പ്രിയമുള്ളവരെ, മരണത്തെ ഫേസ് ചെയ്തപ്പോഴ് ആ വല്യപ്പച്ചനാകെ അസ്വസ്ഥനാവുകയാണ്. ഇന്ന് ഇതുപോലെ ഒരുപാട് മനുഷ്യരുണ്ട്. അതുകൊണ്ട് വിശുദ്ധ വചനത്തിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവം നമുക്കായി തന്നിരിക്കുന്ന ഈ സമയം ഇത് രക്ഷയുടെ സമയമാണ്, ഇത് സ്വീകാര്യമായ സമയമാണ്. പ്രിയ സഹോദര സഹോദരി, കർത്താവ് എനിക്കും നിനക്കും വേണ്ടി അനുവദിച്ചിരിക്കുന്ന ഈ നാളുകളിൽ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കേ. അതാണ് നിത്യജീവനിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. ഹല്ലേലൂയ! യേശുവാണ് വഴി, നിത്യജീവിതത്തിലേക്കുള്ള വഴി, നിത്യതയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് മറ്റാരുമല്ല, അത് നമ്മുടെ കർത്താവായ യേശുവ. അതുകൊണ്ട് യേശു 2000 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഐ ആം ദ വേ, ഞാനാണ് വഴി, നിത്യജീവനിലേക്കുള്ള വഴി. ഹല്ലേലൂയ! എന്നാൽ ഇന്ന് പറ്റിയിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, അനേകർക്ക് നിത്യജീവൻ എന്ന് പറയുന്നത് ഒരു വിഷയമല്ലാതായിട്ട് മാറിയിരിക്കുകയാണ്. യേശു അനേകർക്കൊരു വിഷയമല്ല, നിത്യജീവൻ എന്ന് അനേകർക്കൊരു വിഷയമല്ല. കാരണം ഈ ലോകത്തെ കുറിച്ചുള്ള സ്വാധീനങ്ങൾ, ഈ ലോകത്തിന്റെ ജഡീകമായ സ്വാധീനങ്ങൾ അനേകം ഹൃദയങ്ങളെ ഇന്ന് സ്വാധീനിച്ചിരിക്കുകയാണ്. നിങ്ങൾ വിശുദ്ധരുടെ ജീവിതം എടുത്ത് പഠിക്കേ. വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യർ നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ ആ വിശുദ്ധന്റെ പാദസ്പർശനമേറ്റു. അനേകം ലക്ഷങ്ങളെ ഇതാ വിശുദ്ധൻ സഭയോട് ചേർത്തു, യേശു ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് നയിച്ചു. ഒരു വലിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു, ഒരു കോടീശ്വരനായിരുന്നു, ഒന്നിനും കുറവില്ലാത്ത മനുഷ്യൻ. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധ വചനം ഇത് ഫ്രാൻസിസ് സേവ്യറിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തി. അത് മറ്റൊന്നുമായിരുന്നില്ല, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നശിച്ചാൽ അവൻ എന്ത് പ്രയോജനം? ഒരു ദിവസം ഈ വചനം പരിശുദ്ധാത്മാവ് ഫ്രാൻസിസ് സേവ്യറിന്റെ ഹൃദയത്തിലേക്ക് പകർന്നു. ആ വചനത്തിന്റെ വാള് ആ ഹൃദയത്തിൽ മുറിപ്പെടുത്തി ജീവിതം യേശുവിനായി രൂപാന്തരപ്പെട്ടു. ഇതാ തന്റെ ആ പ്രൊഫസർ ജോലി ഉപേക്ഷിച്ചു, തന്റെ സമ്പത്തെല്ലാം ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനായി ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു, കേരളത്തിലേക്ക് വന്നു. ഇന്ന് നമുക്കറിയാം, ഗോവയിൽ ആ വിശുദ്ധന്റെ ശരീരം ജീർണിച്ചു പോകാതെ കർത്താവ് പരിഭാവനമായി സൂക്ഷിക്കുകയാ. പ്രിയമുള്ളവർ, അനേകം വിശുദ്ധർക്ക് ദർശനമുണ്ടായി. അവരൊന്നും ചുമ്മാ ഇറങ്ങി തിരിച്ചതല്ല. അവരെല്ലാം ഈ ലോകത്തിന്റെ നേട്ടങ്ങളും വിജയങ്ങളും സമ്പത്തെല്ലാം ഒരു ചപ്പും ചവറുമായി അവർക്ക് എണ്ണുവാൻ കഴിഞ്ഞതിന്റെ കാരണം ഈ ഒരു ദർശനം അവരുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ നൽകിയതുകൊണ്ട് അനേകം ജീവിതങ്ങളിലേക്ക് പൊന്നു പരിശുദ്ധാത്മാവേ, നിത്യജീവന്റെ പ്രത്യാശയായി നീ കടന്നു ചെല്ലണമേ. അനേകം കുടുംബങ്ങളെ അതിനായി അഭിഷേകം ചെയ്യണമേ. വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം അവിടെ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. എന്തിനാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ചത്?
അതിന്റെ കാരണം ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്, മറ്റൊന്നിനുമല്ല. നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ ഞാനും നിങ്ങളും അവകാശികളാകുന്നതിന് വേണ്ടിയാണ്. നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശയിൽ നമ്മൾ ജീവിക്കുവാനും വളരുവാനും വേണ്ടിയാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് സമൃദ്ധമായി വർഷിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ! നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ഈ സത്യം മനസ്സിലാക്കണം. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ വരുന്ന സങ്കടങ്ങളും, ഈ ലോകത്ത് നമുക്കുണ്ടാകുന്ന ഞെരുക്കങ്ങളും, ഈ ലോകത്ത് നമുക്കുണ്ടാകുന്ന വേദനകളും സഹനങ്ങളിലൊക്കെ നമുക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റും. അതൊരു ത്രില്ലായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് ശ്ലീഹ പറഞ്ഞത്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്ന് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന കഷ്ടങ്ങളും സഹനങ്ങളും വേദനകളെല്ലാം എത്രയോ നിസ്സാരമാണ്. ഹല്ലേലൂയ! അക്കര നാട്ടിലെ നിത്യഭവനമാം എത്രയോ മോഹനമേ, നിത്യനം ദൈവത്തോടൊത്തുള്ള വാസമോ എത്രയോ ആനന്ദമേ. കണ്ണുനീരിൽ ഒരു കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ലവിടെ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ലവിടെ. അക്കര നാട്ടിലെ നിത്യഭവനമാം എത്രയോ മോഹനമേ. ഈ നിത്യഭവനത്തെ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. അപ്പോഴാ കർത്താവിന്റെ വിശുദ്ധിയിലും അവനോടുള്ള ബന്ധത്തിലും കർത്താവിനോടുള്ള കൂട്ടായ്മയിലും നമുക്ക് വളരുവാനും ആഴപ്പെടുവാനും സാധ്യമായി തീരുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോഴും പൗലോസിന്റെ പ്രത്യാശ സ്വർഗത്തിലെ ഭവനമായിരുന്നു. വിശുദ്ധരുടെ പ്രത്യാശ സ്വർഗത്തിലെ ഭവനമായിരുന്നു. ഇതാ പ്രവാചകന്മാരുടെ പ്രത്യാശ സ്വർഗത്തിലെ ഭവനമായിരുന്നു. എന്തിന്? നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പ്രത്യാശ. അതുകൊണ്ട് അബ്രഹാം വലിയ സമ്പന്നനായിരുന്നിട്ടും ആ നാട്ടിലെ വേണമെങ്കിൽ കോടീശ്വരനായിരുന്നു അബ്രഹാം. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതം തട്ടിച്ച് നോക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രഭുവായിരുന്നു അബ്രഹാം. എന്നാൽ അവൻ ഒരു ദരിദ്രനെ പോലെ ഇതാ കൂടാരത്തിൽ അവൻ പാർത്തു. തനിക്ക് വേണ്ടി അവൻ കൂടാരം അവൻ നിർമ്മിച്ചു. വേണമെങ്കിൽ ആ ഈജിപ്തിലെ രാജാവിനേക്കാൾ വലിയ കൊട്ടാരം അബ്രഹാമിന് പണിയാമായിരുന്നു. എന്നാൽ അവൻ അത് ചെയ്യാതെ ആ കൂടാരത്തിൽ ഒരു കൂടാരവാസിയായി അബ്രഹാം കഴിഞ്ഞു. കാരണം അബ്രഹാം ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഞാൻ ഈ ലോകത്തിൽ അന്യനും പരദേശിയുമാണ്. എന്റെ ശാശ്വതമായ ഭവനം സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞത്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലത്രേ. ഹല്ലേലൂയ! നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? അവർ ഈ അഭിഷേകം ഏറ്റെടുക്ക്. ഈ പ്രത്യാശയിൽ വളരെ യേശുവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് ആഴപ്പെടാം. യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിരന്തരം വളരാം. അങ്ങനെ ഈ ലോക ജീവിതത്തിൽ തന്നെ നിത്യജീവന്റെ അനുഭവത്തിൽ നമുക്ക് നടക്കാം. ഈ ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാം. അനേകരോട് നമുക്ക് വിളിച്ചു പറയാം, നമ്മൾ ഇവിടെ തീർന്നു പോകേണ്ടവരല്ല. നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ കഴിഞ്ഞു പോകേണ്ടതല്ല. പ്രിയ സഹോദര, നീ ഇന്നും ഈ സമയത്തും യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? നമ്മൾ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മൾ യേശുവിനെ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. നമ്മുടെ രക്ഷകനും നാഥനുമായി അവൻ ഏറ്റുപറ. അവന്റെ സകല നന്മകളാലും പങ്കുപറ്റി നിത്യജീവനിൽ അവകാശികളായി നമുക്ക് ഈ ലോക ജീവിതത്തിൽ കർത്താവിനോട് കൂടെ നടക്കാം. അത് സഭയെ നമുക്ക് പടുത്തുയർത്താം. കുടുംബങ്ങൾ നമുക്ക് ഈ അനുഭവത്തിലേക്ക് നയിക്കാം. അനേകം ജീവിതങ്ങളോട് ഈ സത്യം നമുക്ക് വിളിച്ചു പറയാം. ദൈവം അതിനായി നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യജീവന്റെ അപ്പമേ എന്റെ തൃത്താരിൽ വന്നു വാഴണേ. നിത്യവും സത്യപാതയിൽ എന്നെ ചേർത്തു കാത്തു പുലർത്തണേ. വാവാ നീ എന്റെ സ്നേഹമേ, നീയും മാനസത്തിന്റെ ഭാഗ്യമേ. ആനന്ദ കേന്ദ്രമേ, എന്റെ ആത്മാവിൻ സ്നേഹസൂനമേ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു നിത്യജീവന്റെ പ്രത്യാശയെക്കുറിച്ച്. നമ്മൾ ഈ ലോക ജീവിതത്തിൽ തീർന്നു പോകേണ്ടവരല്ല, നമ്മളിവിടെ അവസാനിക്കാനുള്ളതല്ല. നിത്യജീവനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആരെല്ലാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ, ആരെല്ലാം യേശുവിനെ സ്വീകരിച്ച് സ്വന്തമാക്കുന്നുവോ, അവർക്കെല്ലാം ദൈവപിതാവ് നൽകുന്ന സൗജന്യമായ ദാനമാണ് നിത്യജീവൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവൻ യേശു ക്രിസ്തുവാണ്. പക്ഷെ പൗലോസ് കൊളോസ്യർക്കാർക്ക് ലേഖനം 3-ാം അധ്യായം 4-5 തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, യേശുവാണ് നമ്മുടെ ജീവൻ, അവനിലാണ് നമ്മുടെ ജീവൻ ഒളിഞ്ഞു കിടക്കുന്നത്. ഈ വലിയ യാഥാർത്ഥ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അനേകരെ പ്രത്യാശയില്ലാതെ ലോകത്തിന്റെ ഇമ്പങ്ങളിലും മ്ലേച്ഛതകളിലും അരാജകത്വത്തിലും കഴിയുമ്പോൾ ഈ ഒരു പ്രത്യാശയിൽ നമ്മുടെ ജീവിതങ്ങൾ വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്ത കരങ്ങൾ ആ മേഖലകളിലേക്കെല്ലാം നീട്ടപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിത്യജീവനെ കുറിച്ചുള്ള ആ പ്രത്യാശയ്ക്കെതിരായി നമ്മുടെ ഹൃദയത്തിൽ പിശാചു തന്നിരിക്കുന്ന എല്ലാ തെറ്റായ ചിന്തകളിൽ നിന്നും മിഥ്യയായ ധാരണകളിൽ നിന്നും നമ്മൾ പൂർണ്ണമായി വിടുതൽ പ്രാപിച്ച് യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ജീവനിൽ അവകാശികളായി മാറുവാൻ വേണ്ടി ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് യാചനപ്പുറം നീട്ടിപ്പിടിച്ച് വിശ്വാസത്തോടെ യേശുവിനെ വിളിക്ക്, വലിയ ദാഹത്തോടെ യേശുവിനെ വിളിക്ക്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവെ, ഓരോ ദിവസവും ഈ പ്രത്യാശ ഞങ്ങളെ വളർത്തണമേ. കർത്താവെ, ഈ ലോകത്തിൽ നിന്നോടുകൂടെ നടക്കുവാൻ ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ. ഹാലലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ യുവജനങ്ങളെ, ദമ്പതികളെ, കുടുംബങ്ങളെ എല്ലാം തിരുമുൻപിൽ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ഇരുകരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം, നുരി ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൽ നിന്റെ കരങ്ങൾ നീട്ടണമേ. നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ വളർത്തണമേ. എല്ലാവിധ ആകുലതയിൽ നിന്ന്, ഉത്കണ്ഠയിൽ നിന്ന്, മനോഭാരങ്ങളിൽ നിന്ന്, നിരാശയിൽ നിന്ന്, ഉള്ളിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന സകല ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായും വിടിവിച്ച് കർത്താവെ സ്വർഗത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഈ ഒരു ദാഹത്തോടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. കർത്താവിന്റെ കരം ഈ മേഖലകളിൽ നീട്ടപ്പെടട്ടെ. അവന്റെ അഭിഷേകം ഈ മേഖലകളിൽ ചലിക്കട്ടെ. അതിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും കത്തി ചാമ്പലാകട്ടെ. കുടുംബങ്ങൾ, ജീവിതങ്ങൾ, സമൂഹങ്ങൾ എല്ലാം ഈ ഒരു ദർശനത്തിലേക്ക് വരട്ടെ. ഹാലലൂയ, ഹാലലൂയ. വചനം പറയുന്നു, നിത്യജീവിതത്തിനായി യേശു ക്രിസ്തുവിന്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുക. കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് നോക്കി നിത്യജീവനെ മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതങ്ങൾ കർത്താവിന്റെ സ്നേഹത്തിലും വിശുദ്ധിയിലും കാത്തു സൂക്ഷിക്കാം. സ്വരമുയർത്തി യേശുവിനെ വിളിക്കേ. എന്റെ സ്നേഹമേ, നീറും മനസ്സത്തിന്റെ ഭാഗ്യമേ, ആനന്ദ കേന്ദ്രമേ, എന്റെ ആത്മാവിൻ അനേകം ജീവിതങ്ങൾ അഭിഷേകം ചെയ്യണമേ. അനേകം കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ. നിത്യതയെ കുറിച്ചുള്ള ദർശനത്തിൽ ഞങ്ങൾ വളർത്തണമേ. ഞങ്ങളെ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.